നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. വഖഫ് നിയമത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. നിയമത്തെ ചോദ്യം ചെയ്ത് വിവിധ പ്രതിപക്ഷ നേതാക്കൾ ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ പോകുന്നു. അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. വഖഫ് നിയമത്തിനെതിരെ വലിയ രീതിയിൽ രാജ്യത്തെമ്പാടും പ്രതിഷേധം ഉയരുന്നു. ഇന്ന് സുപ്രീം കോടതിയിൽ നിരവധി ഹർജികൾ വരാനിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന്, മുസ്ലിം വ്യക്തി നിയമ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടാകുന്നു. രാജ്യത്താകമാനമുള്ള മനുഷ്യന്മാരെ ഭിന്നിപ്പിക്കാനുള്ള, ധ്രുവീകരണം നടത്താനുള്ള ഒരു നീക്കമായി തന്നെയാണ് വഖഫ് നിയമത്തെ എല്ലാവരും വിലയിരുത്തുന്നത്. ആ രീതിയിലുള്ള വിമർശനങ്ങളാണ് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഉയരുന്നത്. വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ രാജ്യമെമ്പാടും വലിയ രീതിയിലുള്ള പ്രതിഷേധം ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരു സഭകളിലും ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിനിടയിലും ഈ ബില്ല് മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാർ നീക്കമുണ്ടായത്. പിന്നാലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെക്കുകയും നിയമം ആയി വരികയും ചെയ്തു. എന്തായാലും ഇനി ഇപ്പോൾ ഇതൊരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതോടുകൂടി വഖഫ് നിയമം പ്രാബല്യത്തിൽ വരും. പക്ഷേ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിലവിൽ നേരത്തെ കോൺഗ്രസും അതോടൊപ്പം ആം ആദ്മി പാർട്ടിയും ഇത്തരത്തിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഇന്ന് മുസ്ലിം ലീഗും ഇത്തരത്തിൽ ഹർജി സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രാജ്യസഭാ MP ആയിട്ടുള്ള ഹാരിസ് ബീരാൻ മുഖാന്തരം ET മുഹമ്മദ് ബഷീർ ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കും. അതോടൊപ്പം കപിൽ സിബലുമായൊക്കെ തന്നെയും ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം രാജ്യത്തിൻ്റെ വിവിധ ക്യാമ്പസുകളിലും ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം ഈ വിവിധ മേഖലകളിലൊക്കെ തന്നെ പ്രതിഷേധം ഉയരുന്നതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥി സംഘടനകളും ഇത്തരത്തിൽ സമരം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ദില്ലി സർവകലാശാല, അതോടൊപ്പം ജാമിയ മില്ലിയ, JNU തുടങ്ങിയ സർവകലാശാലകളിലൊക്കെ തന്നെയും വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെയും നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. വിവിധ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. എന്തായാലും ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ ഇന്ന് തുടർച്ചയായ മൂന്നാം ദിവസവും വലിയ പ്രക്ഷോഭത്തിലേക്കാണ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെയും നീങ്ങുന്നത്. നമുക്കറിയാം നേരത്തെയും ഇത്തരത്തിൽ ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്തിൻ്റെ ഉടനീളം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുള്ളത് ജാമിയ മില്ലിയ ക്യാമ്പസിൽ നടന്നിട്ടുള്ള ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ്. ഇത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒരേപോലെ പ്രതിഷേധം ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായും ഇത് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ഈ പ്രതിഷേധിക്കുന്നവർക്കെതിരെ വലിയ രീതിയിൽ ഈ പ്രതിഷേധം അടിച്ചമർത്താനുള്ള നീക്കവും കേന്ദ്ര സർക്കാരിൻ്റെയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ BJP സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ഇത്തരത്തിൽ ഈ മണിപ്പൂരിൽ ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ള BJP നേതാവിൻ്റെ വീട് കത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മണിപ്പൂർ BJP ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് അസ്കർ അലിയുടെ വസതിയാണ് ഇത്തരത്തിൽ ആളുകൾ കൂട്ടം ചേർന്ന് കത്തിച്ചത്. എന്തായാലും ഇതിൽ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമാണ് മണിപ്പൂരിലുമുള്ളത്. ഈ സംഭവത്തിന് പിന്നാലെ അസ്കർ അലി ക്ഷമാപണം നടത്തുകയും ഈ നിയമം പിൻവലിക്കണമെന്നൊക്കെ തന്നെയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഉത്തർപ്രദേശിലും സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. നേരത്തെ ഈ വഖഫ് ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ ഈ വെള്ളിയാഴ്ച നമസ്കാരങ്ങളൊക്കെ തന്നെയും കറുത്ത ബാഡ്ജ് അണിഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കാൻ പ്രതിപക്ഷ MPമാരൊക്കെ തന്നെയും ആഹ്വാനം ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി അന്ന് പ്രതിഷേധിച്ച ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു നയമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം UP സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അന്ന് 12 പേർക്ക് ഇത്തരത്തിൽ സമൻസ് അയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം 300 പേർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു നിലപാടിലേക്കാണ് UP സർക്കാർ കടന്നിട്ടുള്ളത്. ഈ 300 പേർ 2 ലക്ഷം രൂപ ബോണ്ട് കെട്ടിവെക്കുകയും അതേസമയം ഈ വരുന്ന 16-ാം തീയതി കോടതിയിൽ ഹാജരാകണം എന്നും ഇപ്പോൾ UP സർക്കാർ നിലപാട് ഉറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ രാജ്യത്ത് നടക്കുന്ന വിവിധ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള നീക്കവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാവുകയാണ്. അതേസമയം ബില്ലിനെതിരെ വലിയ പ്രതിഷേധം ബീഹാറിലും ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും NDA ഘടകകക്ഷിയായിട്ടുള്ള RJDയും JDUയിൽ ഇത്തരത്തിൽ വലിയ പൊട്ടിത്തെറികൾ നേരത്തെയും ഉണ്ടായിരുന്നു. ബില്ലിനെ അനുകൂലിച്ചതിന് പിന്നാലെ JDUവിൽ നിന്ന് നേതാക്കളായിട്ടുള്ള 5 പേർ രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ബീഹാറിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലും ഇതൊക്കെ തന്നെയും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇതിനോടകം തന്നെ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം മുസ്ലിം വ്യക്തി നിയമ ബോർഡും രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കേരളത്തിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നടക്കും. കേരളത്തിൽ മലപ്പുറം ജില്ലയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നടക്കുക എന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ വലിയ പ്രതിഷേധം തീർക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം നിയമപരമായുള്ള പോരാട്ടങ്ങളും നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് മുസ്ലിം ലീഗ് ഇത്തരത്തിൽ ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കും. എന്തായാലും നിരവധി ഹർജികൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയും ഹർജികൾ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഇത് ഏത് സമയത്തായിരിക്കും ഈ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുക?